ആ പറയും മോളെ, സുഖം തന്നെയല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് സുഖാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, സുഖം തന്നെ മോളെ. ശരി, എന്താ കാര്യം മോളെ, പെട്ടെന്ന് ഫോൺ വിളിച്ചിരിക്കുന്നു? അമ്മേ, ഏട്ടന്റെ അനിയൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെയോ? അയ്യോ, അവൻ എന്തിനാ അങ്ങോട്ട് വന്നത്? അവനിവിടെ ഏതോ വലിയൊരു IT കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്ന്. അതിനാ ഇങ്ങോട്ട് വന്നേ. അത് ശരി, അവൻ ഇവിടെയാണോ താമസിക്കുന്നത്, അതെ പുറത്തെവിടെയെങ്കിലോ? ഇവിടെ തന്നെ താമസിക്കുന്നാ തോന്നുന്നേ. എന്തെന്നറിയോ, എന്റെ ചേട്ടനുണ്ടല്ലോ, അനിയനോട് ഭയങ്കര സ്നേഹമാ. അതുകൊണ്ട് അവനെ ഇവിടെ തന്നെ താമസിപ്പിക്കുന്നാ തോന്നുന്നേ. അയ്യേ, ഇതൊന്നും ശരിയല്ല ട്ടോ മോളെ. ആ ചെറുക്കൻ അവിടെ താമസിച്ചാ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു ശല്യാവില്ലേ മോളെ? നിന്റെ കെട്ടിയനെന്താ ഇങ്ങനെയൊക്കെ? അതെ അമ്മേ, എനിക്ക് ഏട്ടന്റെ സൈഡിലുള്ള ബന്ധുക്കളെ ആരെയും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇവനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എന്റെ സമയദോഷം അവൻ ഇവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവുമില്ല. ഇത് നോക്ക്, നിന്റെ ഈ സ്വഭാവം വെച്ചോണ്ടിരുന്നാ ഒന്നും ശരിയാവില്ല കേട്ടോ. നീ ഭർത്താവിനോട് അവനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് പറ. ഞാൻ പറഞ്ഞുകൊണ്ട് അമ്മയുടെ മരുമോനങ്ങ് കേൾക്കുന്നാണ് തോന്നുന്നേ. എടി, നീയല്ലേ അത് നിന്റെ കെട്ടിയോനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എന്താടി നീ ഇങ്ങനെ? ആ ശരിയമ്മേ, ഞാൻ പറഞ്ഞു നോക്കാം. ആ ശരി ശരി. ശ്ശേ. ചേട്ടാ, കൊച്ചിനിൽ ചൂട് കൂടുതലാണെന്ന് പറയുന്നു, സത്യമാണോ? അതേടാ, 6 മാസമായിട്ട് ഇവിടെ കത്തി ഉരുകുക. ഉം. വാ ഏട്ടാ. ഇതെടുത്തി, നല്ല ഫ്രഷായ മട്ടൻ. താങ്ക് യു. മതി എടുത്തി. ആ മതിടി. ഏട്ടത്തി, ഉം? നിങ്ങൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഏട്ടൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി ശരിക്കും നല്ല രുചിയുണ്ട് ഏട്ടത്തി. 5 സ്റ്റാർ ഹോട്ടലിൽ പോലും തോറ്റുപോകും. ബിരിയാണിയില് നിന്റെ ചേട്ടത്തി ഭയങ്കര എക്സ്പെർട്ടാ. ഇവള് തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ശരിയാ. ഏട്ടാ, അനിയനോട് എന്നെ പുകഴ്ത്തി പറഞ്ഞതൊക്കെ മതി. ആദ്യം ഭക്ഷണം കഴിക്കേ. ഉം. ഏട്ടാ, ഉം. എന്താ പറയേ? ഇത്തിരി സമയത്തേക്ക് ആ മൊബൈൽ ഒന്ന് മാറ്റി വെക്കുവോ? അതെന്തിനാ? ആ, ആ, അത് പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ, നീ കാര്യം പറ. ഏട്ടാ, നിങ്ങളുടെ അനിയൻ ഇനി ഇവിടെയാണോ താമസിക്കുക? അതെ, ഇവിടെ തങ്ങാൻ പോകുന്ന ഞാൻ പറഞ്ഞല്ലേ, പിന്നെന്തിനാ അത് വീണ്ടും ചോദിക്കുന്നേ? അതല്ല ഏട്ടാ, അവൻ ഇവിടെ താമസിക്കുന്നതിലും അടുത്തെവിടെയിലുള്ള PG-യിലോ മാൻഷനിലോ ഒക്കെ താമസിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. അല്ല, നിന്റെ പ്രശ്നം എന്താ? നിങ്ങളുടെ അനിയൻ ഇവിടെ താമസിക്കുന്നതിലും വെളിയിൽ താമസിക്കുകയാണെങ്കിൽ നമുക്കും അവനും കുറച്ച് പ്രൈവസി കിട്ടുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എടി, അവൻ അവന്റെ റൂമിലല്ലേ താമസിക്കാൻ പോകുന്നേ. അതുകൊണ്ടൊന്നും നിന്റെ പ്രൈവസി ഒന്നും പോവില്ല. അല്ല ഏട്ടാ, അവൻ പുറത്ത് താമസിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താ? ഏട്ടാ, അവനെ കാണാൻ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിലേക്ക് വരുന്നത് എനിക്കത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. വരുന്നവരിൽ ആരാ നല്ലത് ആരാ മോശമെന്ന് ക്യാമറ വെച്ച് നോക്കാൻ പറ്റുമോ? ശരിടി, നീ പറയുന്ന ഒരു ഇത് കറക്റ്റാ. അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അവനെ കാണാൻ ഇവിടെ വന്നാലേ വെളിയിൽ വെച്ച് അവരെ കണ്ടാൽ മതിയെന്ന് ഞാൻ അവനോട് പറയാം. അതുപോലെ. അതല്ല ഏട്ടാ, എനിക്കെന്തോ. ഇതേ നോക്ക്, അവൻ ഈ നാട്ടിലെ എന്നെ അല്ലാതെ വേറെ ആരെയും അറിയില്ല. അവനിപ്പോഴും ഞങ്ങൾക്ക് കൊച്ചുകുട്ടി തന്നെയാടി. അവൻ ഇവിടുന്ന് ഓഫീസിൽ പോയിട്ട് വരുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവൻ പുറത്ത് താമസിക്കുന്നെങ്കിൽ ദിവസം ഹോസ്റ്റലിൽ നിന്ന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. അത് അവൻ്റെ ആരോഗ്യത്തിനൊക്കെ നന്നായിട്ട് ബാധിക്കും. അതെ, നീ വേറെ കാര്യം ആലോചിച്ച് നോക്കി. നമുക്ക് രണ്ടുപേർക്ക് ഇപ്പോഴും കുട്ടികളായിട്ടില്ല. ഇത്രയും വലിയ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവനും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു സഹായമാകില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളല്ലാതെ പിന്നെ അവന് വേറെ ആരാ ഉള്ളത്? നീ ഒന്ന് മനസ്സിലാക്ക്. നമുക്കവൻ നമ്മുടെ മകനെ പോലല്ലേ. നമ്മുടെ മകനാണെങ്കിൽ പുറത്ത് താമസിപ്പിക്കൂ. ഇനിയല്ല ഏട്ടന്റെ ഇഷ്ടം പോലെ. ശരി,
നരേഷ് ആ. നരേഷ് ആ, ദാ ചായ ഇവിടെ പറയ് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്ക്. വേഗം ഫ്രഷപ്പ് ആയിട്ട് ചായ കുടിക്ക്. ഇന്ന് നിനക്ക് ഓഫീസിൽ പോണ്ട ഫസ്റ്റ് ഡേ അല്ലേ? ഉം. വേഗം ഫ്രഷപ്പ് ആയിട്ട് റെഡിയായി പുറപ്പെടാൻ നോക്ക്. ശരി ഏട്ടത്തി. ഏട്ടാ ഏട്ടാ, ഉം. ഓഫീസിൽ പോവാൻ സമയായി. ഇനി എത്ര നേരം ഇങ്ങനെ കിടന്നുറങ്ങുക? എഴുന്നേറ്റ് ചായ കുടിക്കേ. എണ്ണിക്കവിടെ എണീക്കേട്ടാ. ചേട്ടാ, ആ? ഞാൻ ഓഫീസിലോട്ട് പോയിട്ട് വരാം. ആ, എടാ നരേഷ്, ആ? നിന്റെ ഓഫീസ് പനമ്പള്ളി നഗറിലല്ലേ? നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ എന്റെ കാർ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അതുപോലെ ശരി ഏട്ടാ. വാ വാ. ഉം. പ്രീതി, ആദാ വരുന്നു. ഞങ്ങളുടെ ഒരു ഓഫീസിൽ പോകണേ. നീ ഡോറിൽ വെക്കിട്ട് സൂക്ഷിച്ചിരിക്കേ. ശരി ഏട്ടാ. ഹലോ, പറയ് മോളെ, വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ, ഇപ്പോഴാ ഏട്ടനും അനിയനും കൂടി ഓഫീസിലേക്ക് പോയത്. ഇനി വേണം കഴിക്കാൻ. അത് ശരി. നീ നിന്റെ ഭർത്താവിനോട് അയാളുടെ അനിയൻ ഇവിടെ താമസിക്കുന്നതിനെ പറ്റി സംസാരിച്ചിരുന്നോ? എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ ഏട്ടൻ സമ്മതിക്കില്ല. അനിയൻ കൂടെ തന്നെ ഉണ്ടാവണമെന്നാ ഏട്ടൻ പറയുന്നേ. എന്താണ് ഈ പറയുന്നത്? അങ്ങനെയാണോ അങ്ങേര് പറഞ്ഞത്? അതെ അമ്മേ, എനിക്ക് എന്ത് ചെയ്യുന്നു ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ ചെറുക്കൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനേ പറ്റില്ല. നീ പറയുന്നത് ശരി തന്നെയാ. എനിക്കും ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയില്ല. ശരി, ഇനിയിപ്പൊ എന്താ ചെയ്യാ? വല്ല പ്ലാനും കയ്യിലുണ്ടോ? എങ്ങനെയെങ്കിലും ആ ചെറുക്കനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ. അതൊക്കെ ശരി തന്നെ. അതിനിപ്പോ എന്താ ചെയ്യാ? എന്നാ എന്താ ചെയ്യണ്ടെന്നാ പിടുത്തം കിട്ടാത്ത. എന്തെങ്കിലും ഒരു നല്ല പ്ലാൻ കണ്ടുപിടിച്ച് നിന്റെ ഭർത്താവ് തന്നെ അവനെ പുറത്താക്കുന്ന രീതിയിൽ ചെയ്യണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? ആ ശരിയമ്മേ. ശരി. ഉം. നരേഷ്, നരേഷ്, നരേഷ്.